ഹലോ എവരിവൺ, അസ്സലാമു അലൈക്കും. നമസ്കാരം. എല്ലാവർക്കും ടേസ്റ്റ് ഓഫ് വേൾഡിലേക്ക് സ്വാഗതം. ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു കറിയാണിത്. കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഇന്നിവിടെ കാണിക്കുന്നത് നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചീസി എഗ്ഗ് കറിയാണ്. അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാനിൽ 2 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ് ഇത്. ഇതിലേക്ക് 2 സവാള ചെറുതായി അരിഞ്ഞെടുത്തതാണിത്. സവാള ട്രാൻസ്പെറൻറ്റ് കളറായി വരുന്നത് വരെ ഒന്ന് നന്നായി വഴറ്റി കൊടുക്കാം. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. സവാള ഇപ്പോൾ നല്ലപോലെ കളറൊക്കെ ചേഞ്ചായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത് വെച്ച 2 തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി നല്ല സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ അടച്ച് വെച്ച് കൊടുക്കാം. ഒരു 2-3 മിനിറ്റ് അടച്ച് വെച്ചാലും മതിയാകും. തക്കാളിയൊക്കെ ഇവിടെ നല്ലപോലെ സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 2 ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഞാൻ വേറെ പൊടികളൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. ഒരു പകുതിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടി ഒരു 2 മിനിറ്റ് നന്നായി വഴറ്റി കൊടുക്കണം. ഇതിൽ എരിവ് കുറച്ച് കുറവാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി മുളക് പൊടിയോ കുരുമുളക് പൊടിയോ അങ്ങനെ ഏതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് പുഴുങ്ങിയ മുട്ട ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 6 മുട്ടയാണ് പുഴുങ്ങിയെടുത്തിട്ടുള്ളത്. ഫുൾ മുട്ടയും ഇങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മേലേലായിട്ട് കുറച്ച് ഉപ്പ്, കുരുമുളക് പൊടി, പിന്നെ കുറച്ച് മുളക് പൊടി അതുകൂടി വിതറി കൊടുക്കാം. ചീസ് കൂടി ഇതിൻ്റെ മേലേൽ വരുന്നതുകൊണ്ട് ഉപ്പും കുരുമുളക് ഒരു മുട്ടക്കൊരു ഉപ്പില്ലാത്ത പോലെയും ഒരു എരിവില്ലാത്ത പോലെ ഉണ്ടാവും. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ മേലേലേക്ക് ചീസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് മൊസറല്ല ചീസാണ്. 1/2 കപ്പോളം എടുത്തിട്ടുണ്ട്. ചീസ് ഫുള്ളായി ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു 2-3 മിനിറ്റ് ചീസ് ഫുള്ളായിട്ട് ഒന്ന് മെൽറ്റായി വരുന്നത് വരെ അത് കവർ ചെയ്ത് വെച്ച് കൊടുക്കാം. ഇപ്പോൾ ചീസൊക്കെ ഇവിടെ നല്ലപോലെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലേലേക്ക് കട്ട് ചെയ്ത് വെച്ച് കുറച്ച് മല്ലിച്ചപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. നല്ല അടിപൊളി ചീസി എഗ്ഗ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഇതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റി കൊടുക്കാം. നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്ന ഒരു എഗ്ഗ് കറിയാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരുടെയും അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ എല്ലാവരുടെയും സജഷൻസൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും ബൈ ബൈ.